നമ്മൾ ലീഗിനെ വിമർശിക്കാറുണ്ട്, പിന്നെ വിമർശനപരമായി കാര്യങ്ങൾ എഴുതാറും ഒക്കെ ഉണ്ട്. എന്നാൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഒരു കൾച്ചർ രൂപപ്പെടുത്തുന്നതിൽ, പ്രത്യേകിച്ച് ഒരു ബഹുസ്വരമായ ഒരു കൾച്ചർ രൂപപ്പെടുത്തുന്നതിൽ ലീഗ് ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമുക്ക് വിമർശിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും, പക്ഷേ കേരളത്തിൻ്റെ ഒരു ബഹുസ്വര സംസ്കാരത്തെ നിലനിർത്തുന്നതിലും അതിനെ പരിപോഷിപ്പിക്കുന്നതിലും മുസ്ലിം ലീഗും മുസ്ലിം ലീഗിൻ്റെ നേതൃനിരയിലുണ്ടായിരുന്ന ഈ പാണക്കാട് കുടുംബമൊക്കെ വഹിച്ച പങ്കിനെ നമ്മൾ തള്ളിപ്പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പിന്നെ ഇതായിട്ട് ബന്ധപ്പെട്ടില്ലാത്ത വേറെ കാര്യം, അതായത് കേരള രാഷ്ട്രീയം തന്നെ നോക്കുകയാണെങ്കിൽ പിന്നെ മുസ്ലിം ലീഗ് കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. താങ്കൾ പലപ്പോഴും മുസ്ലിം ലീഗിനെ കുറിച്ച് വിശകലനം ചെയ്യുന്ന ഒരാളെന്ന് നിലയ്ക്ക് കഴിഞ്ഞ 2 ഘട്ടങ്ങളായിട്ട് ലീഗ് അധികാരത്തിലില്ലാത്തൊരു സമയം ആളുകൾ പലപ്പോഴും ലീഗിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്യുമ്പം പറയാം അധികാരമില്ലെങ്കിൽ പിന്നെ ലീഗിന് നിലനിൽപ്പില്ല എന്നുള്ളതാണ്. ശരിക്കും അങ്ങനെയാണോ ലീഗിനെ കാണുന്നത്? ലീഗിൻ്റെ കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു മുന്നേറ്റത്തിൽ ഈ ലീഗിൻ്റെ ഒരു വലിയ പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. എങ്ങനെയാണ് അങ്ങനെ വിശ്വസിക്കാൻ തക്ക കാര്യങ്ങളും ലീഗ് ചെയ്തിട്ടുണ്ട്? ലീഗിൻ്റെ ഒരു രാഷ്ട്രീയ നിലനിൽപ്പിന് അല്ലെങ്കിൽ ഒരു മുസ്ലിം ലീഗ് രാഷ്ട്രീയം കേരളത്തിൽ എന്നുള്ളതിനെ എങ്ങനെയാണ് കാണുന്നത്? മുസ്ലിം ലീഗ് കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു ഇടപെടലും അത് അവരുടെ ഒരു സ്ഥാനം, ഒരു പ്ലേസും കഴിഞ്ഞ ഒരു 40 വർഷക്കാലത്തെ നമ്മുടെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് കേരളത്തിൻ്റെ ഈ ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ ഒരു മതസൗഹൃദ ഒരു ബഹുസ്വര ഒരു കൾച്ചർ നിലനിർത്തുന്നതിൽ കേരളത്തിൽ വലിയ സ്വാധീനം വഹിച്ചൊരു പാർട്ടിയാണ് ലീഗ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. നമ്മൾ ലീഗിനെ വിമർശിക്കാറുണ്ട്, പിന്നെ വിമർശനപരമായി കാര്യങ്ങൾ എഴുതാറും ഒക്കെ ഉണ്ട്. എന്നാൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഒരു കൾച്ചർ രൂപപ്പെടുത്തുന്നതിൽ, പ്രത്യേകിച്ച് ഒരു ബഹുസ്വരമായ ഒരു കൾച്ചർ രൂപപ്പെടുത്തുന്നതിൽ ലീഗ് ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, പിന്നെ ഈ തീവ്രവാദം എല്ലാ വിഭാഗങ്ങളിലും ഉണ്ട്. അത് ഭൂരിപക്ഷ മതത്തിലും പിന്നെ ന്യൂനപക്ഷ മതത്തിലൊക്കെ ഉണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ച് പിന്നെ മഹദനിയുടെ നേതൃത്വത്തിൽ വന്ന ഒരു മൂവ്മെൻറ്റ്, അതിനുശേഷം വന്ന പിന്നെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നമുക്കറിയാം. അവർക്കൊക്കെ വലിയ വേരോട്ടം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് കേരളത്തിലുള്ളത്. ഒരു മുസ്ലിം ന്യൂനപക്ഷമാണെന്നൊരു വലിയൊരു പെർസെൻറ്റേജ് മുസ്ലിങ്ങളുണ്ട്. പക്ഷെ അവരിലേക്ക് കൂടുതൽ ശക്തമായി വേരോടാൻ അവർക്ക് ഇത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് കഴിയാതിരുന്ന സത്യം പറഞ്ഞാൽ ലീഗിൻ്റെ ഒരു പ്രസൻസാണ്. പ്രത്യേകിച്ച് പാണക്കാട് പിന്നെ തങ്ങൾ കുടുംബത്തെ കേന്ദ്രീകരിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിമർശിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും, പക്ഷേ കേരളത്തിൻ്റെ ഒരു ബഹുസ്വര സംസ്കാരത്തെ നിലനിർത്തുന്നതിലും അതിനെ പരിപോഷിപ്പിക്കുന്നതിലും മുസ്ലിം ലീഗും മുസ്ലിം ലീഗിൻ്റെ നേതൃനിരയിലുണ്ടായിരുന്ന ഈ പാണക്കാട് കുടുംബമൊക്കെ വഹിച്ച പങ്കിനെ നമ്മൾ തള്ളിപ്പറഞ്ഞിട്ട് കാര്യമില്ല. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ അതോടൊപ്പം തന്നെ അത്തരമൊരു മതതീവ്രതയിലേക്ക് പോകാതെ ഒരു ബഹുസ്വര രാഷ്ട്രീയ സംസ്കാരവുമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ആ ബഹുസ്വര സംസ്കാരത്തിൻ്റെ പിന്നെ ഫലമായി ഉണ്ടാക്കപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ പിന്നെ സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ ഈ സമുദായത്തിന് വേണ്ടത്ര പ്രാതിനിധ്യം നേടിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നതിൽ ലീഗ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലക്ക് തന്നെ അത് വിദ്യാഭ്യാസ രംഗത്ത് സി എച്ച് മുതലുള്ള ഒരു കാലഘട്ടം എടുത്തു നോക്കിയാലും, ഇപ്പോൾ പഴയ കാലത്തൊക്കെ മുസ്ലിം സമൂഹത്തിൻ്റെ, ഇപ്പോൾ നിങ്ങൾ ഈ ഉത്തരേന്ത്യയിലെയും ഈ കേരളത്തിലെയും മുസ്ലിം ഒരു കൾച്ചർ എടുത്ത് നോക്കുക, കമ്മ്യൂണിറ്റിയുടെ അവസ്ഥ ഇപ്പോൾ വലിയ ഭീകരമായ അന്തരമാണ്. ഇപ്പോൾ കേരളത്തിലെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു പിന്നെ മതപരമായും സാമൂഹികമായും സാംസ്കാരികമായും പിന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു അവസ്ഥ പരിശോധിച്ചാൽ അതിനെ ഏതെങ്കിലും നമ്മുടെ ഉത്തരേന്ത്യയിലെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി താരതമ്യത്തിൽ നമുക്കത് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പിന്നെ മതപരമായ ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളൊക്കെ ഉള്ളൊരു പ്രദേശം തന്നെയാണ് നമ്മുടേതും. അതിനെ മാറ്റിയെടുക്കുന്നതിൽ അത് പിന്നെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് പങ്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് CH പോലുള്ള ആളുകൾ വരുത്തിയ പെൺകുട്ടികളെ അടക്കം വിദ്യാഭ്യാസ രംഗത്തേക്ക് കൊണ്ടുവന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിലൊക്കെ വഹിച്ച പങ്ക്, അതിൻ്റെയൊക്കെ ഫലമാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ മുസ്ലിം സമൂഹത്തിൽ കാണുന്ന. ഇപ്പോൾ നമ്മൾ ഈ റാങ്കിൻ്റെ പട്ടിക എടുത്ത് നോക്കിയാൽ ഈ സമൂഹം ഒട്ടും പിറകിലല്ല, ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്നുണ്ടായതല്ല, ഇത് ഫലപ്രദമായ സാമൂഹിക ഇടപെടലുകൾ, രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായത് വഴിയാണ്. അപ്പോൾ അത്തരം ഇടപെടലുകൾ ഉണ്ടാക്കുന്നതിൽ മുസ്ലിം ലീഗ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്.